ചാനൽ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കോവീസ് തോരൻ എങ്ങനെ വെക്കാമെന്നാണ്. അപ്പം നമുക്ക് നോക്കാവേ. കോവീസാണ് ഇത് നമ്മൾ കുഞ്ഞാക്കി അരിഞ്ഞിട്ട് ഉപ്പും തിരുമ്മി പിഴിഞ്ഞതാണ്. പിന്നെ ഈ മസാല എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, നമ്മുടെ വെളുത്തുള്ളി, ജീരകം, തേങ്ങ, മുളക് എന്നിവയിട്ട് അരച്ചെടുത്താണ്. ഇനി നമുക്ക് ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുപ്പേ തീ കത്തിക്കാവേ. അപ്പം നമ്മൾ അടുപ്പേ തീ കത്തിച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. ഇത് കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് നമുക്ക് പൊട്ടിയിട്ടിനി കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാവേ. മസാല ഇട്ട് കൊടുക്കുവാണേ. മസാല ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കോവീസ് ഇടാവേ. കോവീസ് ഇടാം. അപ്പോൾ നമ്മൾ കോവീസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യാവേ. കുഞ്ഞ് തീ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിക്കാൻ വേണ്ടി. കുഞ്ഞ് തീ ഇടണേ. ലോങ് ഫ്ലെയിം ഇട്ടിട്ട് വേണം വേവിക്കാനേ. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ആക്കിയെടുക്കാം. അങ്ങനെ കുറച്ച് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. അപ്പം ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാവോ. ഒന്നുകൂടെ ഇളക്കി നല്ലതായിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഒരു 2 മിനിറ്റിനൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് നമുക്കൊന്ന് അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്കൊന്ന് തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഏകദേശം 4 ആയിട്ടുണ്ട്. നമുക്ക് കുഞ്ഞു തീയിലിട്ട് നല്ലതായിട്ടൊന്ന് മൂടി ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് എടുക്കാവേ. അപ്പോൾ നമ്മൾ അയനെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. ബൈ.